ഞങ്ങൾക്കൊരു വീട് വേണം, റെഡി എന്ന് വി.ഡി. സതീശൻ. കുഞ്ഞു റിവാനിയുടെ അപേക്ഷയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. ഇവിടെയാണ് കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ മുഖ്യമന്ത്രി ആ പേര് കേൾക്കുമ്പോൾ തന്നെ, കാരണഭൂതം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കടക്കുപുറത്ത് മാറി നിൽക്ക്, ഡാഷിന്റെ മോനെ, കുലംകുത്തി, പരനാറി, ഇങ്ങനെ ഒരു തരത്തിലും നമുക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത, മാനുഷികതയുടേതായ ഒരു കണിക പോലും ഇല്ലാത്ത ക്രൂരതയുടെ, നിഷ്ഠൂരതയുടെ ഒരു 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 മുഖമുദ്രയായിരുന്നു, അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു പിണറായി വിജയൻ. പക്ഷേ വി.ഡി. സതീശൻ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായി. എന്തുകൊണ്ട് വ്യത്യസ്തനാവണം? കാരണം ജനങ്ങൾ പിണറായി വിജയനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചത്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ജനങ്ങളോട് സ്നേഹമുള്ള, ജനങ്ങൾ പറയുന്നത് കേൾക്കുന്ന, നമുക്ക് വി.ഡി. സതീശന്റെ കാര്യം നേരത്തെ തന്നെ അറിയാം. കാരണം വീണ ജോർജിന്റെ ആ സംവിധാനം, വലങ്കൈ മുറിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, വിനോദിനി, കൈക്ക് നേരിയ ഒരു അപകടം പറ്റിയപ്പോൾ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ആ കുട്ടിയുടെ അതിലൊരുപാട് ചികിത്സാ പിഴവുകൾ ഉണ്ടായി. ആ പെൺകുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഇതിന് ഒരു പ്രതിവിധി ചെയ്യേണ്ടിയിരുന്നത്, ആ കുട്ടിക്ക് ഒരു കൃത്രിമ കൈ വെച്ച് കൊടുക്കേണ്ടിയിരുന്നത് അന്നത്തെ സർക്കാരായിരുന്നു. പക്ഷെ അന്നത്തെ സർക്കാർ അതൊന്നും ചെയ്യില്ല. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, ജനങ്ങൾ ആവശ്യപ്പെടുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയും പിണറായി വിജയൻ സർക്കാർ ചെയ്തിരുന്നില്ല. അതിന് നേരെ മുഖം തിരിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെയൊക്കെ എന്താ പറയുക, ഫലമാണ് ഈ കഴിഞ്ഞ തവണ ഈ 100 സീറ്റ് കിട്ടിയിരുന്നിടത്ത് നിന്ന് അങ്ങോട്ടേക്ക് വീണുപോയത്, 35 സീറ്റിലേക്ക് വീണുപോയത്. അപ്പോൾ ഞാൻ വിനോദിനിയുടെ കാര്യം പറഞ്ഞത്, ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ വിനോദിനിക്ക് കൃത്രിമക്കായി നൽകിയിരുന്നു. ആ കുട്ടിയുടെ വീടെന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യമില്ല ആയിരുന്നു ഇവരുടെ വ്യാജ പ്രചാരണം. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട് എന്ന് പറഞ്ഞാൽ അതീവ ശോചനീയ നിലയിലായിരുന്നു. ഈ കുട്ടിക്ക് പുതിയൊരു വീട് കൂടി വി.ഡി. സതീശൻ നൽകുകയുണ്ടായി. അപ്പോൾ ആ തരത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവും ഇന്ന് മുഖ്യമന്ത്രിയുമായിരുന്ന സതീശന്റെ ജനങ്ങളോടുള്ള എന്താ പറയുക, ഒരു ഹൃദയ സമർപ്പണം, അതൊക്കെ തെളിയിക്കുന്ന ഒരു വാർത്തയാണ്. അതായത്, ഞങ്ങൾക്കൊരു വീടുണ്ട്, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്, അതിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രി, ഞങ്ങൾക്കൊരു വീട് വെച്ച് തരണം. ഞാൻ വലുതാകുമ്പോൾ പൈസ തരാം. ആരാ പറയുന്നറിയോ? കുഞ്ഞു റിവാനിയുടെ വീഡിയോയിലൂടെയുള്ള അപേക്ഷ. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ റിവാനിയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. വീട് നൽകാമെന്ന് ഉറപ്പു നൽകി. പിന്നാലെ എം. വിൻസെന്റ് എം.എൽ.എയെയും വിളിച്ചു. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ നല്ലൊരു വീട് സ്വപ്നം കാണുകയാണ് റിവാനി. മുല്ലൂർ ഗവൺമെന്റ് KVLPSലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റിവാനി. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റിവാനി തൻ്റെ വീട് ചോർന്നൊലിക്കുന്നതാണ്, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഒരു വീട് വെച്ച് തരുമോ? അതിനുള്ള പൈസ ഞാൻ വലുതായിട്ട് ഞാൻ തിരിച്ചു തന്നുകൊള്ളാമെന്ന് 1ാം ക്ലാസ്സിലെ ഒരു കുട്ടി പറയുമ്പോൾ മുഖ്യമന്ത്രി ഉടനെ ആ കുട്ടിയുടെ അമ്മയെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് വീട് വെച്ച് തരാനുള്ള എല്ലാ സംവിധാനവും ഞാൻ ഒരുക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇതാണ് പിണറായി വിജയൻ കണ്ടുപഠിക്കേണ്ടത് കേട്ടോ. ഇവിടെ ഈ 12 കൊല്ലം നായയുടെ വാലു മറ്റേ കുഴലിലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുന്നു പറഞ്ഞ മാതിരി വല്ല ബോധമുണ്ടെങ്കിൽ, അതായത് പിണറായി വിജയന് തൻ്റെ 10 വർഷത്തെ ഭരണമാണ് തന്നെ ഈ രീതിയിൽ, ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ മനുഷ്യൻ പ്രതിപക്ഷ നേതാവായി ആ സ്ഥാനത്ത് ഇരിക്കുമായിരുന്നില്ല. അയാൾ ഇപ്പോഴും നാണമില്ലാതെ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജി. സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇയാൾ നനഞ്ഞ കോഴിയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു നനഞ്ഞ കോഴി? ഭരണപക്ഷത്തെ വിമർശിക്കാൻ, ഭരണപക്ഷത്തെ തിരുത്താൻ ഒരു കഴിവുമില്ലാത്ത ഇങ്ങനെ ഒരു പ്രതിപക്ഷം എന്തിനാണ് എന്ന് ചോദിക്കുന്നത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആദർശ ശുദ്ധിയുള്ള, അല്ലേ, 916 പരിശുദ്ധിയുള്ള CPM നേതാവ് ജി. സുധാകരനാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്കൊന്നിനും പറ്റില്ല, നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, മിണ്ടാൻ യോഗ്യതയില്ല, വിവരമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ മിണ്ടില്ല. പിന്നെ KN ബാലഗോപാൽ എന്ന് പറയുന്ന ആ മണുകുണാഞ്ചന് ഒരു ബോധവും വിവരവുമില്ല എന്ന് പറയുന്നത് ഞാനല്ല, അത് പറയുന്നത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന, ഇവരുടെ എല്ലാ എന്താ പറയുക സ്വഭാവങ്ങളും അറിയാവുന്ന ജി. സുധാകരനാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പം അതായത് സ്വാഭാവികമായും ഇന്ന് പത്രം വായിക്കുമ്പോൾ നമ്മൾ ഈ വീണ വിജയൻ ഇനി എന്താ സംഭവിക്കാൻ പോവുക, അതാണല്ലോ സ്വാഭാവികമായൊരു ചോദ്യം. വീണ വിജയനെ ED എപ്പോഴാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത്? ഇതാ കേരളമതിയുടെ 9ാം പേജിൽ പറയുന്നത്, വീണയെ ചോദ്യം ചെയ്യാൻ SFIO രേഖകളുടെ പകർപ്പിന് ED കോടതിയിൽ എന്നാണ് പറയുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു, വീണയ്ക്ക് ഇനി രക്ഷയില്ല. വീണ നേരെ
എന്തായാലും വീണ ജയിലാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിന് ആദ്യമായി വീണയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പം വീണയെ ചോദ്യം ചെയ്യുമ്പോൾ വളരെ ഒരു തരത്തിലും വീണ രക്ഷപ്പെട്ടു പോകാത്ത രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കണം എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിൽ ED ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, നേരത്തെ SFIO അവരുടെ കുറ്റപത്രത്തിൽ SFIO നേരത്തെ വളരെ വിശദമായ മൊഴിയെടുപ്പുകളും വ്യത്യസ്തമായ രേഖകൾ അവർ അന്വേഷിച്ച് കണ്ടെത്തുകയും അതൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ED ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അവരുടെ PLMO കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്, SFIO ശേഖരിച്ച അല്ലെങ്കിൽ SFIO കോടതിയിൽ സമർപ്പിച്ച രേഖകൾ, ആ രേഖകൾ തങ്ങൾക്ക് ലഭിക്കണം. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ CMRL നിന്ന് എങ്ങനെയൊക്കെയാണ് വീണയുടെ ഈ തട്ടിപ്പ് കമ്പനി പൈസ വാങ്ങിയത്, ആ പൈസ എങ്ങനെയൊക്കെയാണ് വിനിയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ SFIO കണ്ടെത്തിയത് അത് തങ്ങൾക്ക് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണയെ ചോദ്യം ചെയ്താൽ വീണയെ പൂട്ടാൻ കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ആ പകർപ്പ് അല്ലെങ്കിൽ ആ രേഖകൾ EDക്ക് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ED വീണയെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതിന് പിന്നാലെയായിരിക്കും ആരെ പിടിക്കാൻ പോകുന്നത്, തന്തപ്പിടിയെ പിടിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം അറിയാലോ, 184 കോടി രൂപ PV എന്ന് പറയുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വാങ്ങിയതാണ്, ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗം ന്യായീകരിക്കും. പക്ഷേ പിണറായി വിജയൻ ഇപ്പോഴും കള്ളം പറയുകയാണ്, ഞാൻ വാങ്ങിയിട്ടില്ല, ആ PV ഞാനല്ല എന്നൊക്കെയാണ് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ PV എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് കരിമണൽ കർത്ത തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അങ്ങേപ്പുറം ഒരു തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീണയെ പിടികൂടി കഴിഞ്ഞാൽ അടുത്ത് പിടികൂടാൻ പോകുന്നത് ആരെയായിരിക്കും? പിണറായി വിജയനെ ആയിരിക്കും. അപ്പോൾ നനഞ്ഞ കോഴിയും ജയിലിലേക്ക് പോകും. ആ സ്റ്റോറിയാണ് വീണയെ ചോദ്യം ചെയ്യാൻ SFIO രേഖകളുടെ പകർപ്പിന് ED കോടതിയിൽ എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ ആ സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വ്യക്തവും വിശദവുമായ തെളിവുകൾ മുന്നിൽ വെച്ച് വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രേഖകൾക്കായി കോടതിയെ സമീപിച്ചത് എന്ന് ED വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതായത് 54 വാല്യങ്ങളിലായി സമർപ്പിച്ച 134 രേഖകളുടെ അംഗീകൃത പകർപ്പാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. രക്ഷാപ്രവർത്തനം അന്വേഷണം കോടതിയിലേക്ക് കണ്ണുനട്ട് SIT. അതായത് രക്ഷാപ്രവർത്തനം ഉണ്ടല്ലോ, അതായത് മുഖ്യമന്ത്രിയുടെ എന്ന് പറഞ്ഞാൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഗൺമാൻമാർ, ഈ അനിൽ പിന്നെ സന്ദീപ് തുടങ്ങിയ ഗൺമാൻമാർ 5 പേരാണ് ഇപ്പോൾ പിടിയിലായത്. ഈ 5 ഗൺമാൻമാർ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, AD തോമസിനെയും പിന്നെ അജയ് ജുവാൽ കുര്യാക്കോസ് എന്ന് പറയുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാരകമായി മുട്ടൻ വടി കൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തെക്കുറിച്ചുള്ള SIT അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ 18-ാം തീയതിയാണ് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിനു മുമ്പാണ് ഈ എന്താ പറയുക, രക്ഷാപ്രവർത്തകർ, അതായത് വധിക്കാൻ വേണ്ടി ശ്രമിച്ചവർ, അവര് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചപ്പോൾ അതിലെ വിധിയാണ് നാളെ വരാൻ വേണ്ടി പോകുന്നത്. അപ്പം നാളെ വരാൻ പോകുന്ന ആ വിധി ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുമോ, മുൻകൂർ ജാമ്യം കിട്ടില്ലേ എന്നതുകൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ഈ SITയുടെ തുടർന്നുള്ള അന്വേഷണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാർത്ത. രക്ഷാപ്രവർത്തനം അന്വേഷണം കോടതിയിലേക്ക് കണ്ണും നട്ട് എന്നാണ് പറയുന്നത്. നിശ്ചയിച്ച സമയപരിധിയായ ജൂൺ 18 മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ പ്രതികളുടെ മൊഴിയെടുക്കലും മർദ്ദനത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തലും ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണം. കേസിൽ സാക്ഷിമൊഴികളും മറ്റു തെളിവുകളും ശേഖരിച്ചിരുന്നു. നാളെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചാലും പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം ഗവൺമെന്റ്മാരെ രക്ഷിക്കാനായി കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും ഉന്നത തലത്തിൽ നടത്തിയ ഗൂഢാലോചനയിലേക്കും നടപടികളിലേക്കും അന്വേഷണം നീണ്ടിരുന്നു. അതായത് ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു ADGP MR അജിത് കുമാർ. അപ്പോൾ ADGP ആയിരുന്ന MR അജിത് കുമാറിനെതിരെയും തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ AD അജിത് കുമാറിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അജിത് കുമാറാണ് നിർദ്ദേശം നൽകിയത്, കേസ് അട്ടിമറിക്കാൻ നിർദ്ദേശം നൽകിയത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമിച്ചത് MR അജിത് കുമാർ ആണ് എന്നും തെളിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും പിണറായി വിജയൻ സർക്കാർ ചെയ്ത നിരവധിയായ തെണ്ടിത്തരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, അതെവിടെയാണെന്ന് ഞാൻ കണ്ടത്. അതായത് നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ട്
അതിൻ്റെ അന്വേഷണവും വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്ത അത് നമുക്ക് വിശദമായി ഇതാ ഈ പേജിലുണ്ട്. കേരളമോദിയുടെ 4-ാം പേജിൽ കാഫിർ സ്ക്രീൻഷോട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു പറയുന്നു. നമുക്കറിയാലോ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം ഷാഫി പറമ്പിലിനെ കരിവാരി തക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് വർഗീയവാദിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് CPM നടത്തിയ അതിവിചിത്രമായ നാണം കെട്ട ഒരു അവരുടെ ഒരു നീക്കമായിരുന്നു ഈ ലീഗുകാരിറക്കിയതാണ് എന്ന തരത്തിലൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുക. ആ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഷാഫി എന്ന് പറയുന്നത് 5 നേരം നിസ്കരിക്കുന്ന ദീനുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷേ ഈ കാഫിറായ ഒരു സ്ത്രീയാണ് അങ്ങേപ്പുറം നിൽക്കുന്നത്. അതുകൊണ്ട് കാഫിറായ സ്ത്രീക്ക് നിങ്ങൾ വോട്ട് കൊടുക്കരുത്, നമ്മളെ ദീനിയായ 5 നേരം നിസ്കരിക്കുന്ന ഷാഫി പറമ്പിലിന് വോട്ട് കൊടുക്കണം എന്ന് ഒരു ലീഗ് നേതാവ് ആണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് എന്നുള്ള രീതിയിൽ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ സ്ക്രീൻഷോട്ട് ആദ്യമായി സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തത് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു DYFI നേതാവാണ് എന്ന് പിണറായി വിജയന്റെ പോലീസ് തന്നെ കണ്ടെത്തിയിരുന്നു. അതോടുകൂടി അവർ അന്വേഷണം നിർത്തി. കാരണം ഇനിയും മുന്നോട്ട് പോയാൽ ഇതിന് ഗൂഢാലോചന നടത്തിയവരും ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതും വെളിപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അന്വേഷണം നിർത്തിയിരുന്നു. പക്ഷേ ഇതാ വീണ്ടും ആ കേസ് പുനരന്വേഷിക്കുകയാണ്. ഇപ്പം റിബേഷ് രാമകൃഷ്ണനിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൂടി മറ്റൊരു DYFI നേതാവിലേക്ക് കൂടി പോയിരിക്കുന്നു. ആ വാർത്തയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് വടകര സ്ക്വാഡ് ഗ്രൂപ്പിൽ എന്നാണ് പറയുന്നത്. അതായത് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗവും CPM തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിനെ ശനിയാഴ്ച ചോദ്യം ചെയ്തു. ഇയാളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന. സംഭവത്തിൽ ശാസ്ത്രീയ തെളിവെടുപ്പിനായി സംഘം മെറ്റയ്ക്ക് അപേക്ഷ നൽകിയെന്നാണ് പറയുന്നത്. ഈ സംഭവം ഉണ്ടാകുന്ന അറിയാലോ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത്. ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലിമായും എതിർ സ്ഥാനാർത്ഥി KK ശൈലജയെ കാഫിറായും ചിത്രീകരിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമിന്റെ പ്രൊഫൈൽ ചേർത്തായിരുന്നു പോസ്റ്റ്. നോക്കണേ, ഇവര് ചെയ്യുന്നത്, ഇവരൊരു കാര്യം ചെയ്തിട്ട് അത് യൂത്ത് ലീഗിന്റെ മണ്ടയിലിടുക. പക്ഷേ ആ കാസിം വളരെ വളരെ ധീരനായ ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം എന്താ ചെയ്ത് അറിയാം, മുഹമ്മദ് കാസിം തന്റെ ഫോൺ പോലീസിൽ ഏൽപ്പിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടു. കാസിം നേരെ പോയി കണ്ട് തന്റെ ഫോൺ തന്നെ പോലീസിനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാനാണോ എന്നാണ് ഇവർ പറയുന്നത്. ഇതാ എൻ്റെ ഫോൺ ഇതാ, നിങ്ങൾ പരിശോധിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ പരിശോധിക്കാൻ വേണ്ടി കൊടുത്തു. ആ ഫോൺ ഇതുവരെ തിരിച്ചു കൊടുത്തില്ല കേട്ടോ, ആ ഫോൺ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് അല്ലേ, എണ്ണി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ തെണ്ടിത്തരങ്ങൾ പറഞ്ഞാൽ തീരില്ല, അന്വേഷിച്ചാലും തീരില്ല. അതിന് കൂടെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. B അശോകും പ്രശാന്തും സുപ്രധാന പദവിയിലേക്ക് എന്നുള്ളൊരു വാർത്തയുണ്ട്. മറ്റു പത്രങ്ങളിലേക്കാൾ വളരെ വിശദമായ ഒരു വാർത്തയാണ്. ഇന്ന് തീരുമാനിക്കും. സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറക്കി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പരിഗണിക്കാതെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ജയതിലക് കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇയാൾ ഏതായാലും പോകാൻ വേണ്ടി പോവുകയാണ്. അതായത് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ഇവരെ നേരിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവരുടെ പേരിലുള്ള ഈ അന്വേഷണങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ തീരുമാനിക്കാം. ഇവരുടെ പേരിൽ നടക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റിലെ അന്വേഷണങ്ങളൊന്നും വേണ്ട, ഇവരെ തിരിച്ചെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിട്ടും ഇവരെ തിരിച്ചെടുത്തത് ഈ അന്വേഷണങ്ങളൊക്കെ തുടരാം എന്നുള്ള ഒരു വ്യവസ്ഥയിലാണത്രേ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത രീതിയിലുള്ള നെറികെട്ട പ്രവർത്തനങ്ങളാണ് ജയതിലകനും കൂട്ടരും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇതിന്റെ അവശേഷിപ്പുകൾ പിണറായി വിജയന്റെ ഇമാതിരിയുള്ള ഭക്തജന സംഘത്തിന്റെ അല്ലെങ്കിൽ ഇമാതിരി ഗുണ്ടാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. VD സതീശൻ മന്ത്രിസഭയിൽ ഏതായാലും എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള IAS രംഗത്തുള്ള IPS രംഗത്തുള്ള ആൾക്കാരുടെ അഴിച്ചുപണി നിർബന്ധമായും VD സതീശൻ നടത്തിയില്ല എങ്കിൽ ഇത് VD സതീശന് തന്നെ പാരയായി മാറും എന്ന് ഓർക്കുന്നത് നല്ലതാണ്. സസ്പെൻഷൻ പിൻവലിച്ച് ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയതിന് പിന്നാലെ ഇന്ന് ചേരുന്ന സിവിൽ സർവീസ് ബോർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B അശോക്, സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് എന്നിവർക്ക് ഏത് വകുപ്പിൽ നിയമനം നൽകും എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയോടുകൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. അത് തിരഞ്ഞെടുപ്പ് തോൽവി ശൈലി മാറ്റത്തിന് CPM എന്നാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവി ശൈലി മാറ്റത്തിന് CPM ശൈലി മാറ്റാൻ പോവുകയാണത്രേ. ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? CPM ശൈലി മാറ്റാൻ പോവുകയാണെന്ന്? എവിടെ? ഏതായാലും ഈ കേരളമോദി വാർത്ത പറയുന്നത് എന്താണെന്നറിയോ? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്ത് CPM സംസ്ഥാന കമ്മിറ്റി യോഗം ചർച്ചയൊക്കെ ചെയ്തിരിക്കണം. സംസ്ഥാന കമ്മിറ്റി യോഗം ഇത് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നുകൂടിയുണ്ട്. അതുകൂടി തീർന്നാൽ നമുക്ക് വിശദമായിട്ട് അറിയാം എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റും ചില ജില്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചേക്കുന്ന പറയുന്നത്. പുനഃസംഘടിപ്പിച്ചേക്കും. ഇവിടെ പുനഃസംഘടിപ്പിക്കാൻ
കണ്ണൂരിൽ കെ രാഗേഷിനെ ഒരു മാറ്റുമോ? നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് CPM-ന്റെ ഏറ്റവും മണുകുണാഞ്ചൻ ഒരു ജില്ലാ സെക്രട്ടറിയാണ് കെ രാഗേഷ് എന്ന് പറയുന്ന സാധനം അല്ലേ. ഈ കണ്ണൂരിൽ CPM ആകെ തകരാൻ കാരണം ഇയാളല്ലേ. ഇയാൾ പിണറായി വിജയന്റെ പെട്ടി തൂക്കി, ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല അല്ലേ. കെ രാഗേഷ് ഇയാള് എനിക്ക് തോന്നുന്നത് ഈ 102 സീറ്റ് UDF-ന് കിട്ടിയതിൽ ഒരു 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 20 സീറ്റ് തന്നെങ്കിലും UDF-ന് കിട്ടാൻ സഹായിച്ചത് കെ രാഗേഷിന്റെ നിലപാടുകളാണ്. ബഹുജനവും പൊതുജനവും ഒന്നല്ല. ഇയാൾ കള്ളനാണ്. പിന്നെ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിക്കും പൈസ, പക്ഷെ കണക്ക് കൊടുക്കൂല. ഞങ്ങൾ കക്കും, ഞങ്ങൾ നക്കും, പക്ഷേ കുഞ്ഞികൃഷ്ണൻ ചോദിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന കെ രാഗേഷിനെ ഇനിയും ചുമക്കുമോ? ഏതായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ പരാജയത്തിന്റെ കാരണങ്ങൾ, സംഘടനാ സംവിധാനത്തിലെ വീഴ്ച, പാർട്ടി പ്രവർത്തന രീതിയിൽ വരുത്തേണ്ട മാറ്റം എന്നിങ്ങനെ 3 മേഖലകളായി തിരിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച. 2 ദിവസത്തെ യോഗം ഇന്ന് സമാപിക്കുന്ന പറയുന്നത്. പാർട്ടി പ്രവർത്തന രീതിയിലെ തെറ്റുതിരുത്തൽ എങ്ങനെ വേണമെന്നതടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നലെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചു. പുതിയ കമ്മിറ്റി തലം വരെയുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഏരിയ കമ്മിറ്റി തലം വരെയുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതിന്മേൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാവും പ്രവർത്തന ശൈലിയിൽ ഉൾപ്പെടെ മാറ്റം വരുത്തുക എന്നൊക്കെ കേരളമുതി ലേഖകൻ അങ്ങനെ വിചാരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ പാർട്ടിയുമായി കൂടുതൽ അടുപ്പിക്കാനും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും എന്നിട്ട് പറയുന്നു. ജനപ്രിയ നേതാക്കൾ നേതൃനിരയിലേക്ക് എന്ന് പറയുന്ന ബോക്സ് ഉണ്ട്. അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക. എൻ്റെ സംശയമാണ്, CPM-ൽ ജനപ്രിയ നേതാക്കൾ ആരാ? ജനങ്ങളുടെ പ്രിയങ്കരായ CPM-ന്റെ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ? ആരാ? പൂമരനാണോ? M സ്വരാജ് ജനങ്ങളുടെ പ്രിയങ്കരനാണോ? A റഹീം ജനങ്ങളുടെ പ്രിയങ്കരനാണോ? ജെയ്സി തോമസ് ജനങ്ങളുടെ പ്രിയങ്കരനാണോ? വസീഫ് ജനങ്ങളുടെ പ്രിയങ്കരനാണോ? ആർഷോ ജനങ്ങളുടെ പ്രിയങ്കരനാണോ? PP ദിവ്യ ജനങ്ങളുടെ പ്രിയങ്കരിയാണോ? ചിന്താജുറം ജനങ്ങളുടെ പ്രിയങ്കരിയാണോ? ആരാണ്? ആരില്ലാതെ. ശരിക്കും പിണറായി വിജയൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, പാർട്ടിയിൽ അത്യാവശ്യം വിവരമുള്ള ആൾക്കാരെ മുഴുവൻ വെട്ടി. തന്നോടൊപ്പം തൻ്റെ പാർട്ടിയിൽ ഏറ്റവും വിവരമില്ലാത്ത ആൾക്കാരെ, അതായത് നമുക്ക് നോക്കിയാലും അറിയാം. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും അത് കഴിഞ്ഞിങ്ങോട്ട് താഴത്തെ എല്ലാ ഘടകങ്ങളിലും തലപ്പത്തിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പൊട്ടന്മാർ, ഏറ്റവും വലിയ മണ്ടന്മാർ. അവർ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഈ പറയുന്ന കേന്ദ്ര താക്കോൽ സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ചത്. ഇപ്പം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അയാൾ ആരാ? നിങ്ങൾ പറ. ഏറ്റവും വലിയ കോമാളിയല്ലേ? ഏറ്റവും വലിയ വിഡ്ഢിയല്ലേ? അയാൾക്ക് ഈ CPM-നെ കുറിച്ച്, അല്ലെങ്കിൽ ഈ CPM-നെ കുറിച്ച് അയാൾക്ക് അറിയാം. കമ്മ്യൂണിസത്തെ കുറിച്ച് ഇയാൾക്ക് എന്താ അറിയാം? ഇയാൾക്ക് ജനങ്ങളോട് സംസാരിക്കാൻ അറിയോ? മാന്യമായി പെരുമാറാൻ അറിയോ? കാര്യങ്ങൾ വിശദീകരിക്കാൻ അറിയോ? ഏറ്റവും വലിയ അല്പനും വിഡ്ഢിയും കോമാളിയും അല്ലേ ഇയാൾ, അല്ലേ? ഓരോരോ ജില്ലാ സെക്രട്ടറിമാരെടുത്തോ. ഞാൻ ആദ്യം കെ രാഗേഷിന്റെ കാര്യം പറഞ്ഞത്. കെ രാഗേഷ് പറഞ്ഞ ജില്ലാ സെക്രട്ടറി, പാലക്കാട് ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ട്. അയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. പത്തനംതിട്ടയിൽ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ട്, അല്ലേ? ഓരോ ജില്ലാ സെക്രട്ടറിമാരെടുത്തോ. ഏറ്റവും കഴിവ് കുറഞ്ഞ. അതാണ് CPM എന്തുകൊണ്ട് തകർന്നു പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കണ്ടെത്തിയ കാരണം ഇതാണ്. അതായത് പിണറായി വിജയൻ തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് തനിക്കെതിരെ ഒരാളും ചോദ്യം ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന നേതൃനിരയിൽ മുഴുവനുള്ളത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വളരെ കൃത്യമായി ഏറ്റവും കഴിവുകെട്ട, ഏറ്റവും വിഡ്ഢികളായ, ഏറ്റവും കോമാളികളായ, ഏറ്റവും നെറികെട്ട ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഉന്നതങ്ങളിൽ പ്രതിഷ്ഠിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇവർ മിണ്ടാൻ പാടില്ല. താൻ എന്ത് തോന്നിയാസം ചെയ്താലും അതിന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം ഇവർ എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ ഏറ്റവും വിവരമുള്ള, CPM-ൽ വിവരമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരെയും വെട്ടി, എല്ലാവരെയും ഒരു മുലയിലാക്കി. ഈ പാർട്ടി പിന്നെ എങ്ങനെ രക്ഷപ്പെടുക? അപ്പം പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ താൻ പുറത്താകുകയാണെങ്കിൽ പിന്നെ ഈ പാർട്ടിയിൽ ഒരല്പമെങ്കിലും മോളയുള്ള ഒരാൾ തൻ്റെ മരുമോനാണ്. അപ്പോൾ തനിക്ക് ശേഷം മരുമോൻ, പിന്നെ പേരക്കുട്ടി വരും, പിന്നെ പേരക്കുട്ടിയായിരിക്കും വരിക. അപ്പോൾ എന്തായാലും തനിക്ക് ശേഷം മരുമോൻ മാത്രമേ പാടുള്ളൂ ഈ പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്നത് പാർട്ടി പിണറായി വിജയന്റെ കുടുംബസ്വത്താണ്. അത്രയേ ഉള്ളൂ. പിണറായി വിജയന്റെ കുടുംബസ്വത്താണ് അത്. പിണറായി വിജയനാണ് അതിന്റെ മുതലാളി. പിണറായി വിജയൻ മാറിയ പിന്നെ ആരാണ്?
പിന്നുള്ളത് വീണയാക്കാത്തത് അത്രയും എന്താ പറയാ ഒന്നിനെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് വീണയെ പിണറായി വിജയന്റെ എന്താ പറയാ പിണറായി വിജയന്റെ കാലശേഷം വീണയാവട്ടെ അല്ലെങ്കിൽ കമലയാവട്ടെ എന്നൊക്കെ വിചാരിക്കുകയായിരുന്നു. പക്ഷെ ഈ രണ്ടെണ്ണത്തിന് അതിനുള്ള ഒരു യോഗ്യത ഇല്ലാത്തതുകൊണ്ട്, മോനാണെങ്കിൽ പിന്നെ അത്രയും ഇല്ലാത്തത് കൊണ്ടാണ് മോനെ ഈ എന്താ പറയാ ആകെ ചെയ്യാൻ മോൻ അവിടെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടുത്തെ ബാങ്കിൽ അതിപ്പോ പറഞ്ഞ തീരില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയാൽ പിന്നെ മരുവൻ പോയാൽ പിന്നെ പേരക്കുട്ടികൾ, അങ്ങനെ ഒരു കുടുംബവാഴ്ച. CPM മുഴുവൻ കുടുംബവാഴ്ചയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ നമ്മളെ MV ഗോവിന്ദൻ തളിപ്പറമ്പ് ഞാനില്ലെങ്കിൽ പിന്നെ ആരാണ്? ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യ ശ്യാമള. അപ്പോഴാണ് TKG തീർത്തു കൊടുത്തത്, ആ പൂതി തീർത്തു കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, തിരഞ്ഞെടുപ്പ് തോൽവി, ശൈലി മാറ്റത്തിന് CPM എന്നൊക്കെയാണ് കേരളമതി ലേഖകൻ പറയുന്നത്. പക്ഷേ ശൈലി മാറ്റത്തിന് വലിയ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും നമ്മളെ കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞ പോലെ ശൈലി മാറ്റിയാൽ അവർക്ക് നല്ലത് അല്ലേ? ശൈലി മാറ്റിയാൽ അവർക്ക് നല്ലത്. വേണമെങ്കിൽ ഒന്നുകൂടി ഒരംഗത്തിന് കൂടി വേണമെങ്കിൽ ശ്രമിക്കാം, അതല്ലെങ്കിൽ തീർന്നു. അപ്പൊ അത്രയുമാണ് കേരള കൗമുദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള കൗമുദിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. നിത്യതയിൽ ഈ നിറചിരി, നമ്മുടെ പ്രിയപ്പെട്ട നടൻ സലീം കുമാറിന്റെ അന്ത്യയാത്രയെക്കുറിച്ചുള്ള വാർത്തയാണ്. ഔദ്യോഗിക ബഹുമതികളോടെ സലീം കുമാറിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ. മുഖ്യമന്ത്രി VD സതീശൻ സലീം കുമാറിന്റെ മകനെ ആലിംഗനം ചെയ്തുകൊണ്ട് ദുഃഖത്തിൽ പങ്കുചേരുന്നതിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന പേരിൽ MS ജീവന്റെ ഒരു സ്റ്റോറിയുണ്ട്. സലീം കുമാറിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, ഒരു കാലത്തും മലയാളികളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത ആ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാന വാർത്തയായിട്ട് കേരളമുനി കൊടുത്തത് അളിയൻ രാജിവെച്ചു എന്നുള്ളതാണ്. അതായത് സണ്ണി ജോസഫിന്റെ അളിയനെയായിരുന്നു എന്താ പറയുക അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിച്ചിരുന്നത്. ഇതൊരു പുതിയ കാര്യമൊന്നുമില്ല. മുമ്പ് LDFകാരൊക്കെ ചെയ്ത കാര്യമാണ്. ശ്രീമതി ടീച്ചർ മന്ത്രിയായിരുന്ന കാലത്ത് ശ്രീമതി ടീച്ചറുടെ ഒരു വകയിലെ സഹോദരിയായിരുന്നു കുക്കായിട്ട് നിയമിച്ചത്. നമ്മുടെ ചിറ്റപ്പൻ ഇതേപോലെ ബന്ധു നിയമനത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. KT ജലീൽ ഇത്തരത്തിൽപ്പെട്ട ഒരു നിയമനത്തിന്റെ പേരിൽ ലോകായുക്ത പിടിച്ച് പുറത്താക്കിയിരുന്നു. അങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചിലതിനെതിരെ നിയമ നടപടി വന്നിട്ടുണ്ട്, ചിലതിനെതിരെ അങ്ങനെ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അവരൊക്കെ സ്ഥാനത്ത് നിന്ന് പുറത്തായി. അപ്പോൾ അതേപോലെ തന്നെ ഏതായാലും ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ യഥാർത്ഥത്തിൽ UDF സർക്കാരിനെ ജനങ്ങൾ വിജയിപ്പിച്ചത് LDF സർക്കാർ ചെയ്ത തെണ്ടിത്തരങ്ങൾ മടുത്തിട്ടാണ്, അല്ലേ? അവർ ചെയ്ത ചെറ്റത്തരങ്ങൾ മടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ UDF ഗവൺമെന്റിന് ഒരു ധാർമ്മികമായ ബാധ്യതയുണ്ട്. LDF സർക്കാർ ചെയ്ത ഈ ചെറ്റത്തരങ്ങൾ അവർ ചെയ്യരുത്. അപ്പൊ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക, ഈ നിയമനത്തിൽ, അതായത് സണ്ണി ജോസഫിന്റെ അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഒരു ക്രമപ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. കാരണം അദ്ദേഹം വളരെ മിടുക്കനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അങ്ങനെ അഴിമതിയുടെ കറപുരളാത്ത ഈ സണ്ണി ജോസഫിനെ പോലെ തന്നെ സണ്ണി ജോസഫിന് തീർച്ചയായും അദ്ദേഹത്തിന് വിശ്വാസമുള്ള, അങ്ങനെയാണല്ലോ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുക, ഏതെങ്കിലും ആൾക്കാരെയല്ല നിയമിക്കുക, തനിക്ക് വിശ്വാസമുള്ള മിടുക്കന്മാരെ എന്ന് തോന്നുന്ന ആൾക്കാരെ ഈ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുക. അതിന് പ്രത്യേകിച്ച് എന്താ പറയുക, ഈ ബിരുദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട യോഗ്യത മാനദണ്ഡങ്ങളൊന്നുമില്ല. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതൊരു സാങ്കേതികമായി ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ധാർമ്മികമായി, അവിടെയാണ് പ്രശ്നം. ധാർമ്മികമായി ഇത് ശരിയായിരുന്നില്ല. അത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും നന്നായി അദ്ദേഹം രാജിവെച്ചു, അളിയൻ രാജിവെച്ച് പോയി. TV ചർച്ചകളിലൊക്കെ കേൾക്കുന്നത് സണ്ണി ജോസഫ് രാജിവെക്കണം എന്നൊക്കെയാണ്. സണ്ണി ജോസഫ് രാജിവെക്കണം, KPCCയിൽ നിന്ന് രാജിവെക്കണം എന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ നമ്മുടെ കാരശ്ശേരി മാഷ് പറഞ്ഞു. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു അല്ല, അദ്ദേഹം മന്ത്രിസ്ഥാനം വരെ രാജിവെക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ രാജിവെക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ഏതായാലും നല്ല ഒരു സംഭവം എന്നേ പറയാൻ പറ്റുള്ളൂ. അളിയൻ രാജിവെച്ചു. പിന്നീട് അടുക്കളയ്ക്ക് വീണ്ടും LPG പ്രഹരം, അതായത് നമ്മുടെ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് 29 രൂപ കൂടി കൂട്ടി എന്നാണ് റിപ്പോർട്ട്. അതോടെ എത്രയായി വില? 951 രൂപയായി. 951 രൂപയായി ഗ്യാസിന്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം അത് കാരണം എല്ലാ രാജ്യങ്ങളിലും ഇന്ധന വില കൂട്ടിയിട്ടുണ്ട്.
അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇന്ധനവില എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത് സംബന്ധിച്ചുള്ള അവരുടെ അവകാശവാദം. യഥാർത്ഥത്തിൽ അവർ 1600 രൂപ തന്നെയെങ്കിലും ആക്കേണ്ടതായിരുന്നു. ആ രീതിയിലാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ, ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിലും അല്ലെങ്കിൽ ശ്രീലങ്കയിലാണെങ്കിലും ബംഗ്ലാദേശിലുമാണെങ്കിലും ഒക്കെ ഈ ഇന്ധനവില കുതിച്ചു വരികയാണ്. പക്ഷേ നമ്മൾ പരമാവധി ജനങ്ങളെ ദ്രോഹിക്കാത്ത രീതിയിലാണ് ഒരു ചെറിയ നിസ്സാരമായ വിലവർദ്ധനവ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ഏതായാലും 29 രൂപ കൂടിയിരിക്കുന്നു. പിന്നെ